സാറിന് അറിയാലോ, ജില്ലാ സെക്രട്ടറി സുഗതൻ സാറാണ്. സാർ ഇവിടെ ഇല്ലേനിത്, പിന്നെ ഡൽഹി പോയതായിരുന്നേ. അവിടെ നിന്ന് രാവിലെ വന്നിട്ടുള്ളൂ. സംഭവമൊക്കെ ഞാൻ അപ്പം തന്നെ അറിഞ്ഞു. അമ്മേനൊന്ന് നേരിട്ട് കാണാച്ചിട്ട് വന്നാ. അപ്പം അമ്മോട് സംസാരിച്ചപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എല്ലാ കാര്യത്തിനും നിങ്ങൾ കൂട്ടുകാരൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു. വളരെ നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം. മൊയ്തോ, അതെ, നിങ്ങൾ ഓൻ്റെ ചങ്ങായിമാരെല്ലാം കൂടി ചേർന്ന് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഒപ്പ് മേടിച്ചിട്ട് ഓനെ ഉപദ്രവിച്ച പോലീസുകാർക്കെതിരെ എന്തോ കേസ് കൊടുത്തു എന്നൊക്കെ കേട്ടു. ശരിയാണ്. നമ്മൾ കേസും കൂട്ടത്തിനൊക്കെ പോകണം, നമുക്ക് എന്നിട്ട് പിൻവലിച്ചൂടെ? എന്തിനാണ് സാറ് കേസ് പിൻവലിക്കണത്? അല്ല, അമ്മേനൊക്കെ വെറുതെ കോടതിയിലേക്കൊക്കെ വലിച്ചയക്കേണ്ട കാര്യം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഇടങ്ങാറാവും. അതുകൊണ്ട് നിങ്ങൾ അമ്മേനെ കാണാൻ വന്നല്ല അല്ലേ? അല്ല, അമ്മയെ കാണാൻ തന്നെയാണ് വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവൻ്റെ കൂട്ടുകാരായ നിങ്ങൾ കുറച്ച് പേര് ഈ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിലേ ആവശ്യമില്ലാത്ത എടുത്തുചാട്ടം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറയാനും കൂടിയാ വന്നു. സാറ് ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനെ എടുത്തുചാട്ടമൊന്നും ഞങ്ങൾക്ക് അധികം ഇല്ലാട്ടോ സാറേ. പിന്നെ ഇത് ഒരു എടുത്തുചാട്ടവും അല്ല, ഞങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയേക്കണത്. അല്ല, നിങ്ങൾ ചെറുപ്പത്തിൻ്റെ ഒരു ഊക്കാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇടങ്ങറാവും ഈ കോടതി കയറി ഇറങ്ങുമ്പോഴേ. ഉമ്മക്കത് നല്ല രീതിയിൽ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചാൽ. അല്ല, ഇവര് കോടതി കയറി നിൽക്കട്ടോ, അവനൊരു അമ്മ മാത്രമല്ലേ ഉള്ളൂ. അതാണ് ഈ അമ്മ കോടതി കയറി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വേഷം കെട്ടിന് ഇറങ്ങിയേക്കണേ. സാറ് പേടിപ്പിക്കണാ? പേടിപ്പിക്കാൻ പറഞ്ഞതല്ലടോ. നോക്ക്, നമ്മളൊക്കെ ഭരണപക്ഷത്തിൻ്റെ ആൾക്കാരാണ്. പോലീസിൻ്റെ എതിരെ ഒരു അക്രമം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണപക്ഷത്തെ ബാധിക്കും. എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് പ്രതിപക്ഷം. സാറേ, ഇതൊക്കെ നിങ്ങളുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണോട് പോയേക്കണതേ. അവൻ്റെ ആത്മശാന്തിക്ക് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ട സാറേ. അല്ല, അതിപ്പോൾ ഈ തെറ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ എന്തായാലും നടപടി എടുക്കും. മാത്രമല്ല, എന്തെങ്കിലും ധനസഹായം വേണമെങ്കിൽ അമ്മയ്ക്ക് മേടിച്ചു കൊടുക്കും ചെയ്യാം. അത് ശരിയാണ്. അപ്പൊ പിന്നെ അവൻ തിരിച്ചു വീട്ടിലേക്ക് എത്തുമല്ലോ അല്ലേ? മരിച്ചു കഴിഞ്ഞവരാരും തിരിച്ചു വരില്ലാന്ന് ഞമ്മക്കറിയാലോ. പിന്നെ എന്ത് ന്യായമാണ് സാറേ നിങ്ങൾക്കെ പറയണത്? നിങ്ങൾ നിങ്ങളുടെ പോലീസൊക്കെ കൂടി എന്താണ് നിങ്ങൾക്ക് കാണിക്കണത്? മോനെ, അധികം അങ്ങോട്ട് നെകളിക്കലടാ. നമ്മുടെ പോലീസ് എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഇവൻ ജയിലിലൊന്നല്ലോ മരിച്ചത്, വീട്ടിലല്ലേ തൂങ്ങിച്ചത്. ഇതുവരെ അവന് ആത്മഹത്യ ചെയ്യാനൊന്നും തോന്നിയില്ല സാറേ. ഈ കേസ് ഉണ്ടായതിനു ശേഷമല്ലേ അവൻ ആത്മഹത്യ ചെയ്തത്? അവനെ ആത്മഹത്യ ചെയ്ത് ഇവിടെ അല്ലേന്ന്. അവനെ കൊണ്ടുപോയിട്ട് വേണ്ട രീതിയിൽ പെരുമാറിയിട്ട് അതിനുശേഷം മാനസികമായിട്ട് അവനെ പീഡിപ്പിച്ചിട്ടാണ് അവൻ ചെയ്തത്. ഇത് കൊലപാതകമാണ്, കൊലപാതകം. എന്തറിയോ, നിങ്ങൾ വെറുതെ തിളക്കിയാണ്. അതെ, അങ്ങനെ എല്ലാവരെയും ഒന്നും പോലീസ് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്നില്ലല്ലോ. ഇവന്റെ മുടിയും കോലൊക്കെ കണ്ടപ്പോ പോലീസിനൊരു സംശയം തോന്നി, കൊണ്ടുപോയി ചോദ്യം ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ സാറേ? നിങ്ങളെ പോലീസിനും ഒരാള് താടി വളർത്തിയതിനും മുടി വളർത്തിയതിനും ചോദ്യം ചെയ്യാൻ നിൽക്കണത്. ഒരാള് താടി അങ്ങോട്ട് വളർത്തി മുടി വളർത്തുമ്പോൾ അവൻ കഞ്ചാവാണ്, കള്ളാണ്, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് കേസാക്കണാ. ഇതും ചെയ്യരുതട്ടാ. മറിമായം